ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. അടുത്തത് ഇതിലെ ഹെഡർ ആൻഡ് ഫൂട്ടറാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം എക്സലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. അപ്പോൾ അതായത് നിങ്ങൾ ചെയ്ത 60 പേജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ 60 പേജിലും നമ്മളുടെ ഓഫീസ് നെയിം അല്ലെങ്കിൽ ഓഫീസ് നെയിമിൻ്റെ ഹെഡ് കിട്ടണം. അതേപോലെ തന്നെ ആ പേജിന് താഴെ നമുക്ക് ആ ഓഫീസിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 60 പേജിലും പോയി ആരും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം അതിനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ളപ്പോഴാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഒരു മാറ്ററുകൾ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നതിനകത്ത് എത്ര പേജുണ്ടോ ആ പേജുകളിലെല്ലാം ഹെഡായിട്ട് നമുക്ക് ഇന്ന ഒരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ചില ബുക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ബുക്കിൻ്റെ 60 പേജുള്ള ബുക്കാണെങ്കിൽ ഓഥറിൻ്റെ പേര് അല്ലെങ്കിൽ ബുക്കിൻ്റെ ടൈറ്റിൽ എല്ലാ പേജിലും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതേപോലെ നമ്മൾ ഈ ചെയ്ത മാറ്ററിലും നമ്മളുടെ ഓഫീസ് നെയിം എല്ലാ പേജിനകത്തും വേണം. അതുപോലെ അതിൻ്റെ സ്ഥലപ്പേര് കൊടുക്കണം. അതുപോലെ പേജിന് നമ്പറും കൊടുക്കണം. എങ്കിലാണ് ഇൻസേർട്ടിനകത്തെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ ഒരു ബോക്സിനകത്ത് ഇവിടെ ഒരു കർസർ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അവിടെ നമുക്ക് ഹെഡ് എന്താണോ വേണ്ടിയതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അപ്പം അത് പേജിൻ്റെ സെൻട്രലാണ് വന്നേക്കുന്നത്. നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെൻട്രൽ നമുക്ക് മതിയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തു. നെയിം ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ടൈപ്പ് ചെയ്യുവാണ് ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സ്. നെയിം അതിന് താഴെ പേജിന് താഴെയായിട്ട് നമുക്ക് എന്താണോ ടൈറ്റിൽ വേണ്ടിയ അതാണ് ഗോ ടു ഫൂട്ടർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതും സെൻറ്റർ റൈറ്റ് ലെഫ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ റൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ടൈപ്പ് ചെയ്യുവാണ് TBM. അപ്പം ഹെഡറും അതുപോലെ തന്നെ ഫൂട്ടറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പേജിൽ മാത്രമല്ല, അടുത്ത പേജിൽ നോക്കുവാണെങ്കിലും ആ പേജിലും ഹെഡറും ഫൂട്ടറും വന്നിട്ടുണ്ട്. അതുപോലെ താഴെ അതിൻ്റെ ഫൂട്ടറും നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവിടെ കാണും. കണ്ടല്ലോ. അപ്പോൾ ഇതിന് പേജിന് നമ്പർ കൊടുക്കണം എങ്കിലും ഹെഡർ ആൻഡ് ഫൂട്ടറിൽ തന്നെ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം പേജ് നമ്പറാണ് വേണ്ടിയെങ്കിൽ സെൻട്രലാണ് പേജ് നമ്പർ വേണ്ടിയെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇതിൻ്റെ പേജ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേജ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. മാറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 1 ആയി. ഇനി താഴത്തെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ആയും. അടുത്ത പേജിലും കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുമ്പം അത് ഹെഡറും കാണിക്കും, അതുപോലെ പേജ് നമ്പർ 3 അതുപോലെ കണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ എല്ലാ പേജിനും ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വരുമ്പം നമ്മൾ ഉപയോഗിക്കും ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇതിനെയും കളയാൻ, റിമൂവ് ചെയ്യാൻ വീണ്ടും ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത് ഡിലീറ്റ്, ഗോ ടു ഫൂട്ടർ ക്ലിക്ക് ചെയ്തു, സെലക്ട് ഡിലീറ്റ് പേജ് നമ്പർ. അപ്പോൾ ഒരു പേജിലെ ഹെഡറും ഫൂട്ടറും കളഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാ പേജിലെ ഹെഡർ ഫൂട്ടർ നമുക്ക് ഡിലീറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ഓഫീസുകളിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏവർക്കും ഓർബിറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.